പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ നമ്മുടെ തൊഴിൽ വീതിക്കകത്ത് പറയുന്ന ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തയിലെ ഒന്നാമത്തെ വാർത്തയായിട്ട് അവർ പറയുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ കായികക്ഷമതാ പരീക്ഷ ജനുവരി 30 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ലോക്കോ പൈലറ്റിന്റെ ഒഴിവ് ഈ വിജ്ഞാപനം പോരാന്നുകൂടി പറയുന്നുണ്ട്. നമ്മൾ അറിഞ്ഞതാണ് ലോക്കോ പൈലറ്റിന്റെ വിജ്ഞാപനം വന്നിട്ടുള്ള കാര്യം നമ്മൾ അറിഞ്ഞ കേസാണ്. അപ്പൊ ഈ സബ് ഇൻസ്പെക്ടറിന്റെ ഫിസിക്കലിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റ് എല്ലാം വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ ട്രെയിനി വിഭാഗത്തിനകത്ത് 2700 പേരാണ്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിയുടെ മിനിസ്റ്റീരിയൽ വിഭാഗം 39 പേരാണ്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിയുടെ കോൺസ്റ്റാബുലറി വിഭാഗത്തിനകത്ത് 220 പേരാണ്. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിനകത്ത് 1468 പേരാണ്. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിയുടെ കോൺസ്റ്റാബുലറിക്കകത്ത് 40 പേരാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ സബ് ഇൻസ്പെക്ടറിന്റെ ഷോർട്ട് ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത് 4552 പേരാണ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ് നമ്മുടെ കേരള PSCയിൽ ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിളിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകൾ. ഇനിയും ഒരുപാട് പേര് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി സമയം കൂട്ടിക്കൊണ്ട് പോകുന്ന അനുസരിച്ച് നിങ്ങൾ അത് വിട്ടുപോകാനുള്ള ചാൻസ് ആണ് കൂടുതലുള്ളത്. അപ്പൊ എന്തായാലും ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSCയിലെ തസ്തികകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സെക്രട്ടറി അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി നമ്പർ 571/2023 വിളിച്ചിട്ടുണ്ട്. അതിന്റെ യോഗ്യത അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനെ വിളിച്ചിട്ടുണ്ട് 572, 73, 74 ബിരുദമാണ് ക്വാളിഫിക്കേഷൻ. ആംഡ് പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ ട്രെയിനി വിളിച്ചിട്ടുണ്ട് 575, 576 ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനി അല്ലെങ്കിൽ വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ വിളിച്ചിട്ടുണ്ട് 584 ആണ് അതിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത്. അതിന്റെ ക്വാളിഫിക്കേഷൻ +2 ലെവലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് വിളിച്ചിട്ടുണ്ട് 10th ലെവൽ ഓഫീസ് അറ്റൻഡന്റ് 587 ആണ് അതിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത്. SSLC ആണ് ക്വാളിഫിക്കേഷൻ. സിവിൽ പോലീസ് ഓഫീസർ CPO വിളിച്ചിട്ടുണ്ട് 593 ആണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അത് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ബിരുദം അല്ലെങ്കിൽ 2 വർഷത്തെ പരിചയമാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട്. BCom കോപ്പറേഷൻ ഒക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ട് 641 ആണ് അതിന്റെ കാറ്റഗറി നമ്പർ. 674 ഉണ്ട്. അതുപോലെ തന്നെ UP സ്കൂൾ ടീച്ചർ, LP UP അതിൻ്റെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും അപേക്ഷകൾ ഇതുവരെ കേരള PSCയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം വരാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. കാര്യം സമയം എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഈ പറയുന്നതനുസരിച്ച് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അത് മറന്നു വെക്കൊണ്ടിരിക്കും. അവസാനം ഈ ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കും, ആ സമയത്തേക്ക് സൈറ്റ് ബിസി ആയിരിക്കും. അപ്പൊ എന്തായാലും ആ ഒരു അബദ്ധത്തിലോട്ട് ചെന്ന് ചാടരുത്. അപ്പൊ എന്തായാലും നമുക്കിപ്പോൾ നിലവിൽ നമ്മുടെ LDCയുടെയും LGSന്റെയും പരീക്ഷകൾ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LDCയുടെയും LGSന്റെയും കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 200 രൂപയാണ് അതിന്റെ പേയ്മെന്റ് ആയിട്ട് വരുന്നത്. ഈ പറയുന്ന 200 രൂപ ഈ നമ്പറിലേക്ക് 9961116927 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ ഒരു സ്ക്രീൻഷോട്ട് അയക്കുക. അതേ ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ആദ്യത്തെ ക്ലാസ് മുതൽ ഇന്ന് വരെയുള്ള ക്ലാസ് വരെയുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി പഠിക്കേണ്ട ടോപ്പിക്സ് തരുന്നുണ്ട്. അപ്പോൾ എല്ലാം എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് നമ്മുടെ ഈ പറയുന്ന LDC LGS ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ CPOയുടെയും WPOയുടെയും വിമൻ പോലീസ് ഓഫീസറിന്റെയും സിവിൽ പോലീസ് ഓഫീസറിന്റെയും ബാച്ച് കോഴ്സുകളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് നിങ്ങൾ ക്ലിയർ ചെയ്ത് തരും. 500 രൂപയാണ് പേയ്മെന്റ് ആയിട്ട് വരുന്നത്. 500 രൂപ എന്ത് ചെയ്യുക, സെയിം നമ്പർ 9961116927 എന്ന് പറഞ്ഞ ഈ ഒരു നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക. അതേ ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ക്ലാസ് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ മെറ്റീരിയൽസും ഈ ഗ്രൂപ്പിനകത്തും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും പറയുന്ന എക്സാമിനേഷൻസ് എല്ലാവരും മാക്സിമം ഇന്ന് തന്നെ, ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡ്രൈവറിന്റെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ താൽക്കാലിക നിയമനം, ഇത് കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. കാര്യം ഇപ്പോ ഒരാഴ്ചയ്ക്ക് മുന്നേ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉദ്യോഗാർത്ഥികൾ മുട്ടിലഴിഞ്ഞൊക്കെയാണ് സമരം ചെയ്യുന്നത് ഈ പറയുന്ന ഫോറസ്റ്റ് ഡ്രൈവറിന്റെ റാങ്ക് ലിസ്റ്റിലുള്ളവർ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിനിടയിൽ നിങ്ങൾ ഈ കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഈ പറയുന്ന കണക്കിന് താൽക്കാലിക നിയമനങ്ങൾ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ ചെയ്യുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ PSC കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ 108
കാറ്റഗറികളിലായിട്ട് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് നടക്കുന്നുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസ് ഏപ്രിൽ 13-നും 27-നുമാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ 4-ാം തീയതിയാണ്. അതുപോലെ തന്നെ പോലീസ് ഡ്രൈവറിന്റെ പരീക്ഷ 16-നാണെന്ന് കൂടി പറയുന്നുണ്ട്. ഈ മാസം അടുത്ത മാസം 10-ാം തീയതി, ഫെബ്രുവരി 10-ാം തീയതി നമ്മുടെ ഫയർ വുമന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഫയർ വുമന്റെ കോഴ്സിലേക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം കേട്ടോ. ഫയർ വുമന്റെ കോഴ്സിന് ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിലും എക്സൈസിന്റെയും ഫയർ വുമന്റെയും ഫയർ വുമന്റെയും കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം. അതിൻ്റെ 100 രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ. സെയിം നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഫയർ വുമന്റെ നോട്ട്സുകൾ, ഒന്നാമത്തെ നോട്ട്സ് തൊട്ട് ലാസ്റ്റ് നോട്ട്സ് വരെയുള്ള എല്ലാ നോട്ടുകളും നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ 10-ാം തീയതിയാണ് എൻ്റെ എക്സാമിനേഷൻ വരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഏപ്രിൽ മാസത്തിൽ നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ട് ബോട്ട് ലെസ്കാർ വരുന്നുണ്ട്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, യു പി സ്കൂൾ ടീച്ചർ, അതുപോലെ തന്നെ മെക്കാനിക്കൽ പോലീസ് കോൺസ്റ്റബിൾ, അങ്ങനെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, LD ക്ലർക്ക് സ്പെഷ്യൽ കാറ്റഗറി, സീനിയർ സൂപ്രണ്ടന്റ്, അങ്ങനെ ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി കോമൺ പരീക്ഷകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള തസ്തികൾ, അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി പ്രിലിംസിൽ ഏതൊക്കെ തസ്തികൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം പലർക്കും ഡൗട്ടാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അസിസ്റ്റന്റ് മാനേജർ വരുന്നുണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓർഗനൈസർ വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്, പിന്നെ സെക്രട്ടറി, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി വരുന്നുണ്ട്, സബ് ഇൻസ്പെക്ടറിന്റെ എക്സാമിനേഷൻസ് എല്ലാം വരുന്നുണ്ട്, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പരീക്ഷകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനകത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ അത്രയും വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് വരേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്, ഡിഗ്രി ലെവൽ പ്രിലിമിനറി 2 ഘട്ടമായിട്ടാണ് തീയതികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസ് പരീക്ഷയുടെ 2 ഘട്ടങ്ങൾ പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് ഏപ്രിൽ 13-നും 27-നുമാണ്. അപ്പോൾ 2 ഫേസ് ആയിട്ടായിരിക്കും പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന കണക്കിന് ഫേസുകളൊക്കെ കുറച്ച് വരുന്നുണ്ട്, നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഖാദി ബോർഡിന്റെ 4th ഫേസിലെ 3 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ നിയമനം ഊർജിതമാക്കണമെന്ന് പറയുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ടെലികമ്മ്യൂണിക്കേഷനിലേക്കുള്ള പോസ്റ്റുകളൊക്കെ വിളിച്ചിട്ടും കുറച്ച് കാലം ആയിട്ടുണ്ട്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിലേക്ക് 24 പേർ കൂടി നിയമനം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർജറി അസിസ്റ്റന്റ് പ്രൊഫസറുടെ പരീക്ഷകൾ റദ്ദാക്കിയ കാര്യം PSC അറിയിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന്റെ കെമിസ്ട്രി ഷോർട്ട് ലിസ്റ്റിലെ 145 പേരാണ്. ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എഴുതുന്നത് 1542 പേരാണ്. ദേവസ്വം PRO പരീക്ഷ ഫെബ്രുവരി 18-ന് നടക്കാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് അധ്യാപകരുടെ കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്ന ബിരുദമാക്കാൻ നിർദ്ദേശം വന്നിട്ടുണ്ട് കേട്ടോ. എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മുടെ ഈ പറയുന്ന TTC-കാർ എന്ന് പറയുമ്പോഴത്തേക്കും +2 ആണ് അവരുടെ ക്വാളിഫിക്കേഷൻ. അതൊക്കെ ഉയർത്തി ഈ പറയുമ്പോൾ TTC-യും B.Ed-ഉം കൂടിയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ കോഴ്സിന്റെ കീഴിൽ കൊണ്ടുവരാനൊക്കെ ആയിട്ടാണ് ഇപ്പോൾ തീരുമാനങ്ങൾ. അപ്പോൾ അത് പറയുമ്പോൾ ഈ കാണുന്ന പോലെ തന്നെ 8-ാം ക്ലാസ് മുതൽ +2 വരെ ക്ലാസ്സുകളിൽ ബിരുദാനന്തര ബിരുദമാക്കാനും നിർദ്ദേശം വന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കും 8 മുതൽ +2 വരെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനി PG കൂടി വേണ്ട ഒരു അവസ്ഥയാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓവർസിയർക്ക് ചുമതല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രയാസമുള്ള ഭിന്നശേഷിക്കാർക്ക് ബയോമെട്രിക് പഞ്ചിങ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലി കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ വീട്ടുവാടക 10% മാറ്റാനായിട്ട് ഹൈക്കോടതിയുടെ തീരുമാനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ആൾക്കാരുടെ ഒരു ഡൗട്ടാണ്, ഈ ഗതാഗത നിയമലംഘനം വന്നാൽ നിയമലംഘനം അയോഗ്യതയാക്കുമോ അല്ലെങ്കിൽ PSC-യിൽ പ്രശ്നം ഉണ്ടാക്കുമോ എന്നാണ് ചോദ്യം കേട്ടോ. എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഞാൻ ഹെൽമറ്റ് വയ്ക്കാതെയും ഇൻഷുറൻസ് ഇല്ലാതെയും 2 വീലർ ഓട്ടിച്ചതിന് ഫൈൻ അടിച്ചിരുന്നു. സർട്ടിഫിക്കറ്റ് പരിശോധനാ സമയത്ത് അയോഗ്യത കൽപ്പിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് അയോഗ്യത അല്ലെങ്കിൽ ഗതാഗത നിയമലംഘനങ്ങൾ ഫൈൻ അടിക്കേണ്ടി വരുന്നതിന്റെ പേരിൽ PSC അയോഗ്യത കൽപ്പിക്കാറില്ല. പക്ഷേ നിങ്ങൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിലൊക്കെ പരീക്ഷ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാര്യം ഇതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ PSC പിടിമുറുക്കുകയാണെന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത് പറയുന്നത് നമ്മുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് ഉൾപ്പെടെയുള്ള 4 തസ്തികയിലേക്ക് റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സാധ്യതാ ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. നോൺ വൊക്കേഷണൽ ടീച്ചറിന്റെ 5 തസ്തികയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. ഇന്റർവ്യൂസിന്റെ കാര്യം പറയുന്നുണ്ട്. PSC ഈ ആഴ്ച നടത്തിയ പരീക്ഷകൾ ഇന്റർവ്യൂകളുടെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ PSC അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് LP സ്കൂൾ ടീച്ചർ തിരുവനന്തപുരം, LDC ഇടുക്കി, സ്റ്റാഫ് നേഴ്സ്, അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ് തിരുവനന്തപുരത്തിന്റെ കേസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം ഈ ഒരു വാർത്തകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫയർമാൻ്റെ കോഴ്സ് നടക്കുന്നുണ്ട്, LDC LGSന്റെ കോഴ്സ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ CPO WPOയുടെ കോഴ്സുകൾ നടക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ഇന്ന് തന്നെ മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു വാർത്ത എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും ബാക്കി ക്ലാസ്സുകളും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഈ ചാനൽ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ.